കർത്താവിന്റെ പ്രിയരെ, ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ നൽകിയതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 7-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ, 7-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ, ആ വാക്യങ്ങളിൽ പറയപ്പെട്ടിരിക്കുന്ന വിവാഹം കഴിയാത്തവർ എന്നുള്ള പ്രയോഗം ആരെക്കുറിച്ചാണ്? വിവാഹം കഴിയാത്ത കന്യകമാരായ ആളുകളെ കുറിച്ചാണോ, അതോ വിവാഹിതരായിട്ട് വിവാഹബന്ധം വേർപെട്ട ആളുകളെ സംബന്ധിച്ചാണോ, അതോ വിധവന്മാരെ സംബന്ധിച്ചാണോ? ഈ 3 കാര്യങ്ങളാണ് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 8ഉം 9ഉം വാക്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ വാക്യം ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് കൊള്ളാം എന്ന് ഞാൻ പറയുന്നു. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്യട്ടെ. അഴലുന്നതിനേക്കാൾ വിവാഹം ചെയ്യുന്നത് അവർക്ക് നല്ലത്. വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നത്, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്. പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെങ്കിൽ ഭർത്താവോട് നിരന്ന് കൊള്ളണം. അതിന്റെ ഇംഗ്ലീഷ് വേർഷനും ഞാനിവിടെ വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെ വായിക്കുന്നു. അവിടെ ബട്ട് ഐ സേ ടു ദി അൺമാരീഡ് ആൻഡ് ടു വിഡോസ്, ഐ സേ അണ്ടു ദി അൺമാരീഡ് ആൻഡ് വിഡോസ് that it is good for them if they remain even as I, but if they do not have self-control, let them marry, for it is better to marry than to burn. ഒരു പ്രാവശ്യം ഞാൻ വാക്യം വായിക്കാം. But I say to the unmarried and to widows that it is good for them if they remain even as I, but if they do not have self-control, let them marry, for it is better to marry than to burn. ഈ വാക്യാംശം അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു വാക്യ അംശമാണ്. അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ കൊരിന്ത്യർ പൗലോസിനോട് ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 7-ാം അധ്യായം മുഴുവൻ വിവാഹം, വിവാഹമോചനം, സെലിബസി, ഇങ്ങനെ നിരവധി വിഷയങ്ങളെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവിടെ അവർ എഴുതി ചോദിച്ച ഒരു ചോദ്യമാണ്, ഷുഡ് ദോസ് ഹു വെർ മാരീഡ് ആൻഡ് ഡൈവേഴ്സ്ഡ് ബിഫോർ കമ്മിങ് ടു ക്രിസ്ത്യൻ റീമാരി, അതായത് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹം കഴിച്ചിട്ട് വിവാഹമോചനം ചെയ്ത ആളുകൾ അവർ വീണ്ടും വിവാഹം കഴിക്കാമോ? വസ്തുത ഇത് തന്നെയാണ് അവരുടെ സുപ്രധാനമായിരുന്ന ചോദ്യവും, അല്ലെങ്കിൽ കൊരിന്തിലെ പ്രശ്നവും അത് തന്നെയാണ്. അപ്പൊ ഈ ആളുകള് കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹം ചെയ്ത ആളുകളാണ്. അവര് വിവാഹമോചനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവര് സിംഗിൾ സ്റ്റേറ്റാണ്, എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ വാസ്തവത്തില് പൗലോസിന്റെ മറുപടിയും ഈ കോണ്ടക്സ്റ്റിനോട് വളരെ യോജിച്ച മറുപടിയാണ്. ഇതിലെ നാം വായിക്കണം, The unmarried and widows are the 2 categories of single people mentioned here. ഏകാകികളായി കഴിയുന്ന 2 കൂട്ടം ആളുകളെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. അതിൽ ആദ്യത്തെ കൂട്ടം അൺമാരീഡ്, അതായത് വിവാഹം കഴിയാത്തവർ. 2 ദ വിഡോസ്, ഭർത്താവ് മരിച്ച് മാറ്റപ്പെട്ട ആളുകൾ. ഇങ്ങനെ 2 കൂട്ടം ആളുകൾ ഉണ്ട്. എന്നാൽ ഇത് കൂടാതെ മൂന്നാമത് ഒരു കൂട്ടം ആളുകൂടെ ഉണ്ടെന്ന് 25-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 7-ാം അധ്യായത്തിൽ 25-ാം വാക്യം. അവിടെ വായിക്കുന്ന കന്യകമാരെ കുറിച്ച് എനിക്ക് കർത്താവിന്റെ കൽപ്പനയില്ല, എങ്കിലും വിശ്വസ്തനാകുവാൻ കൊണ്ടും കർത്താവിന്റെ കരുണ ലഭിച്ചവനായി ഞാൻ അഭിപ്രായം പറയുന്നു. ഇപ്പോഴത്തെ കഷ്ടത നിമിത്തം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ അങ്ങനെ തന്നെ ഇരിക്കുന്നത് അവന് നല്ലത്. ഇപ്പൊ മൂന്നാമത് പറയപ്പെടുന്ന ആളുകൾ കന്യകമാർ, അതായത് വെർജിൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പൊ ഈ 2 കൂട്ടം ആളുകൾ മാത്രമല്ല, വിവാഹം കഴിയാത്തവർ മാത്രമല്ല, വിധവമാർ മാത്രമല്ല,
കന്യകമാർ എന്ന മൂന്നാമത് ഒരു വിഭാഗത്തെക്കുറിച്ചുകൂടെ അപ്പോസ്തല ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മൂന്ന് കൂട്ടം ആളുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു എങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ 25-ാം വാക്കിൽ പറയപ്പെടുന്ന കന്യകമാർ എന്നതിന് പാർത്തേനോയ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്ക് വായിക്കാൻ അറിയാവുന്ന, ഗ്രീക്ക് ബൈബിൾ വായിച്ചിട്ട് അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ആളുകൾക്ക് ഞാൻ പറയുന്ന ഈ റെഫറൻസ് സൂക്ഷ്മ പരിശോധന ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. പാർത്തനോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർജിൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ സ്പർശിക്കാത്ത പെൺകുട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അത് വാസ്തവത്തില് ഇവിടെ ഇപ്പൊ ഏകാഗികളായി കഴിയുന്ന ഇവരെ കുറിച്ച് പറയുകയാണ്, ദേ ഹാവ് നെവർ ബീൻ മാരീഡ്. അവർ ഇതുവരെ ഒരിക്കലും വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ അല്ല. വിധവമാരെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്ക് കെറായിസ് എന്ന് പറയുന്ന ഒരു വാക്കാണ്. കെറായിസ് എന്ന് പറയുന്ന വാക്ക്. ഇപ്പൊ പാർത്തനോയ് എന്ന് പറയുന്ന വാക്ക് അത് ചേസ്റ്റ് വെർജിൻ, വിവാഹം ഇതുവരെയും നടന്നിട്ടില്ലാത്ത ആളുകളെ സൂചിപ്പിക്കാൻ പറയുന്നു. എന്നാൽ കെറായിസ് എന്ന് പറയുന്ന വാക്ക് അത് മുമ്പ് വിവാഹം കഴിച്ചിട്ട് ഭർത്താക്കന്മാർ മരിച്ചുപോയി ഏകാഗികളായി തീർന്ന വിധവമാരായ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന വാക്കാണ്. അപ്പൊ വാസ്തവത്തില് അങ്ങനെ വരുമ്പോൾ ഇവിടെ മൂന്നാമത്തെ കാറ്റഗറി ഇവിടെ പറയപ്പെടുന്ന അൺമാരീഡ് എന്ന് പറയുന്ന ആളുകൾ ആരാണ്? 25-ാം വാക്യത്തിലെ വിവാഹം ഒരിക്കലും നടന്നിട്ടില്ലാത്ത കന്യകമാർ. 8-ാം വാക്യത്തില് വിവാഹിതരെങ്കിലും ഭർത്താക്കന്മാർ മരിച്ച് വിവാഹബന്ധത്തിൽ ഏകാഗികളായി തീർന്ന വിധവമാർ. 3-ാമത് വിവാഹം കഴിയാത്തവർ. അവരാരാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ പ്രഥമ ദൃഷ്ടിയായി ഇത് വായിക്കുമ്പോൾ വിവാഹം കഴിയാത്തവർ എന്നുള്ള പ്രയോഗം വാസ്തവത്തില് ഇവിടെ ഈ വിവാഹത്തിന് കന്യകമാരെ കുറിച്ചാണെന്ന് ഒരു പക്ഷെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അതല്ല. അതായത് ഞാൻ പറയാം, ഇവിടെ അൺമാരീഡ് അതായത് വിവാഹം കഴിയാത്തവർ എന്നതിന് അഗാമോസ് എന്ന് പറയുന്ന പദമാണ് പൗലോസ് ഉപയോഗിക്കുന്നത്. ഗാമോസ് എന്ന് പറഞ്ഞാൽ വെഡിങ് അല്ലെങ്കിൽ മാരേജ് എന്നാണ്. ഇപ്പൊ ഗാമോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അതിന് പ്രിഫിക്സായി ആൽഫ എന്ന അക്ഷരം കൂടെ ചേർത്തപ്പോൾ ഉണ്ടായ പദം, അതായത് അഗാമോസ്. അഗാമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തില് 4 പ്രാവശ്യം ഈ പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 4ഉം ഈ 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലാണ്. അവിടെ ഈ പദം ഉപയോഗിച്ചിരിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ 32-ാം വാക്യത്തിൽ ആ വാക്യത്തില് വളരെ സ്പെസിഫിക് ആയിട്ട് അതിന്റെ മീനിങ്ങും പറഞ്ഞിട്ടുണ്ട്. ദേ ആർ നോട്ട് മാരീഡ് പീപ്പിൾ. എന്നാൽ ഇവിടെ ഒരു മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഹൂവർ ദി അൺമാരീഡ് ആർ ദേ ആർ നോട്ട് വെർജിൻസ്. ഇവിടെ വിവാഹം കഴിയാത്തവർ എന്ന് പറയുന്ന ആളുകൾ അവർ നെസസറിലി കന്യകമാർ അല്ല. അവർ കന്യകമാരല്ല. പിന്നെ അങ്ങനെയാണെങ്കിൽ അവരാരാണ്? 8-ാം വാക്യത്തിൽ പറയാണ് ദി അൺമാരീഡ് ആൻഡ് വിഡോസ്, വിവാഹം കഴിയാത്തവരും വിധവമാരുമായ ആളുകൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്തിച്ചേരാൻ സാധിക്കും. അതായത് ഇവിടെ പറയപ്പെടുന്ന അൺമാരീഡ് ആർ നോട്ട് വിഡോസ്, ഇവിടെ പറയപ്പെടുന്ന വിവാഹം കഴിയാത്തവരും വിധവമാരല്ല, എന്നാൽ വിവാഹം കഴിയാത്തവരായ ആളുകളുമാണ്. അവരാരാണ്? വളരെ വ്യക്തമായി നമ്മൾ 10ഉം 11ഉം വാക്യങ്ങൾ പരിശോധിച്ചാൽ ഇവർ ആരാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പറയുന്നു, വിവാഹം കഴിഞ്ഞവരോടോ ഞാനല്ല, കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞുവെന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയാണ്, ദ ക്ലിയറസ്റ്റ് ഇൻസൈറ്റ് കംസ് ഇൻ ദ യൂസ് ഓഫ് ദ ടേം ഇൻ വേഴ്സസ് 10 and 11. 10-11 വാക്കുകളിൽ പറയപ്പെടുന്ന പദപ്രയോഗങ്ങൾ കൊണ്ടാണ് ശരിയായി ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് വിവാഹം കഴിഞ്ഞവർ യാതൊരു കാരണവശാലും ഭർത്താവിനെ വേർപിരിയരുത്. ഇനി ഏതെങ്കിലും നിലയിൽ വേർപിരിഞ്ഞാൽ അവർ എന്ത് ചെയ്യണം? വിവാഹം കൂടാതെ പാർത്തുകൊള്ളണം എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ പറയപ്പെടുന്ന വിവാഹം കഴിയാത്തവർ എന്ന് പറയുന്നത് ആരാണ്? മുന്നമേ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കൊരിന്തിലെ സഭയിൽ വിശ്വാസികളായി വരുന്നതിന് മുമ്പ് വിവാഹിതരായവരും. അപ്പോൾ അതേ സമയത്ത് ഇപ്പോൾ അവർ വൈവാഹിക ബാന്ധവത്തിൽ അല്ലാത്തവരായി ഏകാഗികളായി കഴിയുന്നവരുമാണ്. എന്നാൽ വിധവമാർ അല്ല. കാര്യം വിധവമാരല്ല എന്നുള്ളതുകൊണ്ടാണ് വിധവമാർ എന്ന വാക്ക് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പറയപ്പെടുന്ന വിധവമാരും ഈ വിവാഹം കഴിയാത്തവരും 2 കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട്
ഇവിടെ പറയപ്പെടുന്ന വിവാഹം കഴിയാത്തവർ ആരെന്നറിയാമോ? ദി അൺമാരീഡ് വുമൻ therefore ഈസ് ഡൈവോഴ്സ്ഡ് വുമൻ. അതായത് ക്രൈസ്തവ വിശ്വാസം അവരെ സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹിതരായി ആ അവസ്ഥയിൽ വിവാഹമോചനം ചെയ്തിട്ട് വിവാഹം പിന്നീട് കഴിക്കാത്തവരായി നിൽക്കുന്ന ആളുകളാണ് ഇവിടെ പറയപ്പെടുന്ന അൺമാരീഡ്, അതായത് വിവാഹിതർ അല്ലാത്തവരായ ആളുകൾ. പൗലോസ് പറയുകയാണ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ദം ഹു ആർ നൗ ഫ്രീ ഓഫ് മാരേജ് ടു റിമൈൻ ഈവൻ ആസ് ഐ. വിവാഹം കൂടാതെ ഇപ്പോൾ കഴിയുന്ന അവർ എന്നെ പോലെ ആയിരുന്നാൽ അവർക്ക് ഏറ്റവും നല്ലത്. ഇത് വാസ്തവത്തില് പൗലോസിന്റെ അവസ്ഥയെ സംബന്ധിച്ചും ഒരു ഇംപ്ലിക്കേഷൻ, സൂചന നമുക്ക് പ്രദാനം ചെയ്യുന്നു. പൗലോസ് സന്നിധി സംഘത്തിന്റെ അംഗങ്ങളിൽ ഒരാളായിരുന്നു. അത് യഹൂദന്മാരുടെ മതകോടതിയാണ്. മഹാപുരോഹിതന് അധ്യക്ഷനായി ശേഷമുള്ള ആളുകൾ ചേർന്നാണ് ഈ മതകോടതി. സന്നിധി സംഘത്തിന്റെ അംഗം നെസസറി വിവാഹിതനായ ഒരു വ്യക്തിയായിരിക്കണം. ഗലാത്യലേഖനം 1:14, റോമർ 16:13 ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് സന്നിധി സംഘത്തിന്റെ അംഗമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ വാസ്തവത്തില് മുമ്പേ വിവാഹിതനായിരുന്നു എന്നുള്ള കണക്കുകളിലേക്ക് നാം വരണം. എന്നാൽ പൗലോസ് ഈ ലേഖനം എഴുതുകയും 1 കൊരിന്ത്യർ 7:8-9 വാക്യങ്ങളിൽ ടു ദി അൺമാരീഡ് ആൻഡ് വിഡോസ്, വിവാഹം കഴിയാത്തവരും വിധവമായവരും ആയവർ അവർ എന്നെ പോലെ പാർത്തുകൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലേഖനം പൗലോസ് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യയില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ക്രൈസ്തവ വിശ്വാസം ഇദ്ദേഹം കൈക്കൊള്ളുകയാൽ തീവ്ര യഹൂദ മത പശ്ചാത്തലം എന്നുള്ള സ്ത്രീ ആയതുകൊണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് പോയിരിക്കണം. അതല്ലെങ്കിൽ തന്റെ ഭാര്യ അകാലത്തിൽ തന്നെ മൃത്യുവിന് ഇരയായി മാറ്റപ്പെട്ടിരിക്കണം. അങ്ങനെ വരുമ്പോൾ വളരെ വ്യക്തമായി പൗലോസ് പറയുകയാണ്, അവരെന്ത് ചെയ്യണം? എന്നെ പോലെ പാർക്കണം എന്ന് പറഞ്ഞാൽ പൗലോസ് ഇപ്പോൾ വിവാഹം കഴിയാത്തവനായി കഴിയുന്ന അവസ്ഥയാണ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. 1 കൊരിന്ത്യർ 7:8-9 വാക്യങ്ങളിൽ വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും നിങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നാൽ നിങ്ങൾക്കത് ഏറ്റവും നല്ലത് എന്നാൽ ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ 2 കാറ്റഗറിയിൽപ്പെട്ട ആളുകളെ പൗലോസ് മുമ്പാകെ കൊണ്ടുവരികയാണ്. ഒന്ന്, വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് വിവാഹബന്ധത്തിൽ ഏർപ്പെട്ട പുരുഷന്മാരുടെ ഭാര്യമാരായി ജീവിച്ചവരും അവർ നെസസറി വെർജിൻസ് അല്ല, കന്യകമാരല്ല. വിവാഹം കഴിയാത്ത കന്യകമാരെ കുറിച്ച് പറയുന്നത് 25-ാമത്തെ വാക്യത്തിലാണ്. കന്യകമാരെ കുറിച്ച് എനിക്ക് കൽപ്പനയില്ലെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നത് വിവാഹം കഴിയാത്ത പുരുഷനെ അറിയാത്ത, പുരുഷൻ സ്പർശിച്ചിട്ടില്ലാത്ത ചേസ്റ്റ് വെർജിനെ കുറിച്ചാണ്. അപ്പൊ 3 കൂട്ടം ആളുകളെയാണ് പൗലോസ് പറയുന്നത്. ഒന്ന്, മുമ്പ് വിവാഹം കഴിച്ചവരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിവാഹം കഴിച്ചവരും വിവാഹമോചനം പ്രാപിച്ചവരും, എന്നാൽ അതിനുശേഷം രക്ഷിക്കപ്പെട്ട് കൊരിന്ത് സഭയിൽ വിശ്വാസികളായി വന്നവരും ഇപ്പോൾ ഏകായികളായി ജീവിക്കുന്നവരുമായിട്ടുള്ള ആളുകൾ. ദി അൺമാരീഡ് ആർ നോട്ട് വെർജിൻസ്. അതായത് ഇവിടെ പറയപ്പെടുന്ന വിവാഹ കഴിയാത്തവർ കന്യകമാർ അല്ല. കന്യകമാർ എന്നതിന് പാർത്ഥനോയി എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. 25-ാം വാക്യത്തിൽ പറയുന്നത് വിവാഹം ഒരിക്കലും കഴിച്ചിട്ടില്ലാത്ത കന്യകമാരെ കുറിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയപ്പെടുന്ന അൺമാരീഡ് എന്ന് പറയുന്ന ആളുകൾ ഈ വിവാഹത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ മുമ്പ് വിവാഹിതരായി വിവാഹമോചനം പ്രാപിച്ചവരും, എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇതുവരെ വിവാഹം കഴിക്കാതിരിക്കുന്നവരും ആയ ആളുകൾ ഞങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിൽ വല്ല തടസ്സവും ഉണ്ടോ എന്ന് പൗലോസിനോട് ചോദിച്ചപ്പോൾ പൗലോസ് അവരോട് പറയുകയാണ്, നിങ്ങളെ വിവാഹം കഴിയാത്തവർ ഒരിക്കൽ വിവാഹിതരായിരുന്നു, അവർ മേലാൽ വെർജിൻസ് അല്ല, കന്യകമാരല്ല, അവർ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ചവരാണ്, അല്ലെങ്കിൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരാണ്. അവര് ഇപ്പോൾ യൗവന ദശയിൽ തന്നെയാണ്. ഇനി അവര് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വാസ്തവത്തില് അത്ര കമന്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവർ പൗലോസിനെ പോലെ ഏകായികളായി കഴിയുന്നതാണ് നല്ലത്. എന്നാൽ ജിതേന്ദ്രിയത്വമില്ലെങ്കിൽ, ഇന്ദ്രിയ ജയമില്ലെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? വിവാഹം ചെയ്യട്ടെ. അഴുതുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. അവിടെ അഴലുക എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം വിൻഡോ ഷോപ്പിംഗ് എന്നാണ്. വിൻഡോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാവോ? അതിന്റെ ഒറ്റ വാക്ക് മലയാളം പറഞ്ഞാൽ വായി നോക്കി നടക്കുക. ആരുടെയെങ്കിലുമൊക്കെ ജനൽ വഴി ഇങ്ങനെ എത്തി നോക്കുക, അല്ലെങ്കിൽ ഒളിഞ്ഞു നോക്കുക. ഇങ്ങനെ പെൺകുട്ടികളെ കാണുമ്പോൾ വൈകാരികമായ, ലൈംഗികമായിരുന്ന വികാര ഇച്ഛയോടുകൂടെ അല്ലെങ്കിൽ ആവേശത്തോടുകൂടെ അവരെ തുറച്ചു നോക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് അവരെ വിവാഹിതരായി അവരെ ദൈവ വചനത്തിന്റെ ഡിസിപ്ലിൻ അനുസരിച്ച് ജീവിക്കുന്നതാണ് നല്ലതാണ്. പക്ഷെ ഏറ്റവും ബെറ്റർ എന്ന് പൗലോസ് പറയുന്നത് എന്നെ പോലെ ആയിരുന്നാൽ നല്ലത് എന്നാണ്.
അങ്ങനെ 3 കൂട്ടം ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നതിന് മുമ്പ് വിവാഹിതരും, എന്നാൽ ആ സമയത്ത് തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ വിവാഹമോചനം പ്രാപിച്ചവരുമായ ആളുകളാണ് വിവാഹം കഴിയാത്തവർ എന്ന് 8-ാം വാക്യത്തിൽ പറയുന്നത്. വിധവമാർ എന്ന് പറയുന്നത് വിവാഹിതരായി കുടുംബജീവിതം നയിച്ചിട്ട് ഭർത്താക്കന്മാർ മരണത്താൽ മാറ്റപ്പെട്ടിട്ട് ഏകാകികളായി കഴിയുന്ന ആളുകളാണ്. 25-ാം വാക്യത്തിൽ പറയുന്ന കന്യകമാർ പാർത്തനോയി, അതായത് പാർത്തനോയി എന്ന് പറയുന്നത് യഥാർത്ഥ കന്യകം, പുരുഷൻ സ്പർശിച്ചിട്ടില്ലാത്ത, വിവാഹം ഒരിക്കലും നടന്നിട്ടില്ലാത്ത കന്യകമാരായ ആളുകൾ. അപ്പൊ വാസ്തവത്തില് ഇവിടെ പറയപ്പെടുന്ന ടു ദി അൺമാരീഡ് ആൻഡ് വിഡോസ്, വിവാഹം കഴിയാത്തവരോടും വിധവമായിട്ടും വിവാഹം കഴിയാത്തവരോടും ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അവർക്ക് ന്യായമായ ഒരു സംശയം ഉണ്ടായി. ഞങ്ങള് അവിശ്വാസികളായിരുന്നപ്പോൾ വിവാഹിതരായിരുന്നു, ഞങ്ങളുടെ വിവാഹം എന്തോ കാരണങ്ങൾ കൊണ്ട് അത് ഡിസോൾവ് ആയി പോയി. ഇപ്പോൾ ഞങ്ങൾ വിശ്വാസത്തിൽ വന്നിരിക്കുകയാണ്. വിശ്വാസത്തിൽ വന്നിരിക്കുന്ന ഞങ്ങൾ ഇനിയും വിവാഹം കഴിക്കണോ, അല്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ അതിൽ തെറ്റുണ്ടോ എന്നാ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവിശ്വാസ ലോകത്ത് വെച്ച് അവിശ്വാസരായിരുന്ന സമയത്ത് വിവാഹിതരായി വിവാഹമോചനം പ്രാപിച്ച ആളുകൾ വിശ്വാസികളായി തീർന്നാൽ അവർക്ക് വിവാഹം കഴിക്കാമോ എന്നുള്ള ചോദ്യത്തിന് പൗലോസ് പറയുകയാണ്, അവരെന്നെ പോലെ പാർത്തുകൊണ്ടാൽ അവർക്ക് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇനി സിംഗിളായി തുടർന്നാണ് നല്ലത്. പക്ഷെ അവർക്ക് അവർ ചില ആൾക്കാർക്ക് ഇന്ദ്രിയജയമില്ല. വിവാഹ ജീവിതത്തെക്കുറിച്ച് അവർ ആലോചിക്കുകയും അതിനുവേണ്ടി ബന്ധപ്പെടുകയും അതിനായി താല്പര്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ വൈവാഹികമായ വികാര പ്രക്രിയകൾ അവർക്കുണ്ടാകുന്നു. അങ്ങനെ അവർക്ക് ഇന്ദ്രിയ ജയമില്ലാത്തവരായി കാണുകയാണെങ്കിൽ അവർ വിവാഹം ചെയ്യട്ടെ എന്നൊരു അനുമതി പൗലൂസ് അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അങ്ങനെ 3 ഗ്രൂപ്പാണ് ഈ പറയപ്പെട്ട വാക്യങ്ങൾ, അതായത് 8, 9 വാക്യങ്ങളിലും 10, 11 വാക്യങ്ങളിലും 25 വാക്യങ്ങളിലുമായി പൗലൂസ് പറയുന്നത്. യഥാർത്ഥ കന്യകമാർ പാർത്തനോയി, അതായത് പുരുഷൻ സ്പർശിക്കാത്ത, വിവാഹം കഴിക്കാത്ത കന്യകമാരായ ആളുകൾ. 2, വിവാഹിതരല്ലാത്തവർ എന്ന് 8-ാം വാക്യത്തിൽ പറയപ്പെടുന്ന മുമ്പ് വിവാഹം കഴിച്ചവരും ഇപ്പോൾ ഏകാകികളായി കഴിയുന്നവരുമായിട്ടുള്ള ആളുകൾ. 3, ഭർത്താക്കന്മാർ മരിച്ച വിധവമാരായ ആളുകൾ. ഇങ്ങനെ തരംതിരിച്ച് ഇതിനെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഇവിടെ പറയപ്പെടുന്ന 8-ാം വാക്യത്തിലെ വിവാഹം കഴിയാത്തവരോ എന്ന് പറയുന്നത് കന്യകമാരെ കുറിച്ചല്ല, മുമ്പ് വിവാഹം കഴിച്ചിരുന്നവരും എന്നാൽ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചവർ, പിന്നീട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നവർ, രക്ഷിക്കപ്പെട്ടവർ, അവരുടെ ഈ രക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അവര് ഇനിയും എന്ത് ചെയ്യണം എന്ന് ന്യായമായി പൗലൂസ് ചോദിക്കുകയാണ്. പൗലൂസ് പറയുന്നു, നിങ്ങൾ എന്നെ പോലെ പാർത്തുകൊണ്ട്, എന്ന് പറഞ്ഞാൽ വിവാഹം കൂടാതെ പാർത്താൽ അത് ഏറ്റവും ഉത്തമമാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷമകരമായ പാസേജുകൾ ഞാൻ ഇവിടെ വ്യാഖ്യാനിക്കുമ്പോൾ ഇത് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ആളുകൾക്ക് അത് ആശയപരമായി കുറെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും, ഉപകരിക്കപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇത്രയും വ്യക്തമായി ഞാൻ ഇത് ഇവിടെ പറഞ്ഞത് എന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഇവിടെ പറയപ്പെടുന്ന ഈ വിവാഹം കഴിയാത്തവർ നെസസറിലി കന്യകമാർ അല്ല, കാര്യം അവർ മുമ്പ് ഭർത്താക്കന്മാരോട് ജീവിച്ചവരാണ്. പിന്നെ വിഡോസ് എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചുപോയ സ്ത്രീകളായ അവർ രണ്ടുപേരും ഏകാകികളാണ്. എന്നാൽ 25-ാം ഭാഗത്തിലെ കന്യക ഒരിക്കലും വിവാഹം ചെയ്യപ്പെടാത്ത, ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചേസ്റ്റ് വെർജിൻസ് ആണ്. അവരെയാണ് പാർത്തനോയി എന്ന് വിശേഷാൽ പൗലൂസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വിഷമം പിടിച്ച ചില വേദഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ പൊതുജനത്തിന്റെ അല്ലെങ്കിൽ ദൈവവചനം പഠിക്കുന്ന ആളുകളുടെ പ്രയോജനത്തെ ലാക്കാക്കി ഞാൻ ഇവിടെ ഇങ്ങനെ ഷോർട്ട് വീഡിയോ ആയിട്ട് അവതരിപ്പിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ ഞാൻ ചെയ്ത ആ ക്ലാസ് വിശേഷാൽ പലർക്കും അത് ഉപകാരമായി തീർന്നു. അതായത് അതിന്റെ 36, 37 വാക്യങ്ങളിൽ ഒരുവൻ തന്റെ കന്യയ്ക്ക് പ്രായം ചെല്ലുന്നത് കണ്ടിട്ട് താൻ ചെയ്യുന്നത് മോശം എന്നവന് തോന്നിയാൽ അവർ വിവാഹം ചെയ്യേണ്ടത് പറഞ്ഞാൽ അപ്പൻ മകളെ വിവാഹം കഴിക്കട്ടെ എന്നല്ല, അവന്റെ മുൻ തീരുമാനത്തിൽ പ്രകാരം അവളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല, നിത്യകന്യയായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നുള്ള തീരുമാനത്തിൽ അവൻ പിന്മാറുകയും അവളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു. പലരും എന്നെ വിളിച്ച് ഇപ്പോഴാണ് ആ വാക്യത്തിന്റെ അർത്ഥം ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയും എന്നെ വിളിച്ച് അതിന് അനുമോദനം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ വിഷയം സൂക്ഷ്മ പരിശോധന ചെയ്ത ഈ നിലയിൽ നിങ്ങളുടെ പ്രയോജനത്തിനായി അറിയിക്കുവാൻ ദൈവം ഇടയാക്കിയതിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കൂട്ടുസുഹൃത്തും സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.